ഫ്രണ്ട്സ്, വെൽക്കം ടു കണ്ണാസ് കിച്ചൺ. നമ്മൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സേമിയ ഉപ്മാവാണ്. 100 ഗ്രാം വെർമാസെല്ലി, കടുക്, ഉഴുന്ന്, വലിയ ഉള്ളി ചെറുതായി മുറിച്ചത്, 5 കപ്പലണ്ടി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ഉണക്കമുളക്, ഒരു ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞ മല്ലിയില. ഇപ്പൊ നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. അതില് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച്, നെയ്യോ വേണമെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിക്കാം, നിങ്ങളുടെ ആവശ്യാനുസരണം, നിങ്ങളുടെ ഓപ്ഷനാണ് അത്, എന്ത് വേണമെങ്കിലും ഇടാം. നമ്മളിപ്പോ യൂസ് ചെയ്യണത് നെയ്യാണ്. അതില് നമ്മുടെ സേമിയ വറുത്തെടുക്കണം. ഇതാണ് സേമിയ. നാട്ടില് സേമിയ ചെറിയൊരു ലൈറ്റ് ബ്രൗണിഷ് കളർ വരണ വരെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഇത് വറവായിട്ടുണ്ട്. ഇത് ഏകദേശം 4 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം, എത്ര പേരാണ് വീട്ടിലുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ക്വാണ്ടിറ്റി കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഇപ്പൊ ഇത് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലൊരു ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സേമിയ ഉണ്ടല്ലോ, അത് അതിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വിടാം. 2 മിനിറ്റ്. കാരണം അത് നന്നായി വെന്ത് ഉടയാനും പാടില്ല. ഒരു 1/4 വേവ്. ഇത് ഒരു തള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ കടുകിടാം. കടുക് പൊട്ടി, ഉഴുന്ന്, അത് കഴിഞ്ഞ് കപ്പലണ്ടി, കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ മുളക്, വലിയ മുളകില്ലേ, ഉണക്കമുളക്, അതിടണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, അത് കഴിഞ്ഞ് നമ്മുടെ പച്ചമുളക്, ഇളക്കണം. ഒന്ന് മൂപ്പാവണ്ടേ. എല്ലാം നമ്മളിപ്പോൾ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മൂപ്പായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്നത് സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ട്. അപ്പോൾ സേമിയ ഉപ്മാവൊക്കെ നോർമലി നാട്ടിലെല്ലാവരും ഉണ്ടാക്കണതാണ്. എന്നാലും ഇത് ജസ്റ്റ് വേറെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി കാണിച്ചില്ല. ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, നമ്മുടെ ഉള്ളി, പച്ചമുളക്, തക്കാളിയുടെ ആ ഒരു വറവായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ചെറുതായിട്ട് ഇളക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത്തിരി ഉപ്പിടാമേ. ഇത്തിരി വെള്ളം ഒഴിച്ച് ആ ഉരുളക്കിഴങ്ങ് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി ഒഴിച്ച് വേവിക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന സേമിയ ഇടാം. കുറേശ്ശിട്ട് അത് ഒന്ന് മിക്സ് ചെയ്ത് ലെയറായിട്ട് മിക്സ് ചെയ്യണേ. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചു പോകും, ഒട്ടാൻ പാടില്ല. നമ്മുടെ സേമിയ ഉപ്മ റെഡി ആയിട്ട് വരികയാണ്. ലാസ്റ്റ് നമുക്ക് അതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇടാം. മല്ലിയില ഇട്ട ശേഷം നമുക്ക് നാരങ്ങ ജ്യൂസ് ഒഴിച്ച് ഇത്തിരി ഒന്ന് ഇളക്കി നമ്മുടെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ സേമിയ ഉപ്മ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.